ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും തക്കാളി കൊണ്ട് കറികളും ചമ്മന്തിയൊക്കെ ഉണ്ടാക്കാറുണ്ട്. എന്നാൽ തക്കാളി കൊണ്ട് ഒരു ഹെൽത്തി ചൈനീസ് സ്റ്റൈൽ ഡ്രിങ്ക് ഉണ്ടാക്കി നോക്കിയാലോ? ചൈനീസ് വീടുകളിൽ ചർമ്മ സംരക്ഷണത്തിനും ദഹനത്തിനും വേണ്ടി സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു പാനീയമാണിത്. വെറുമൊരു ജ്യൂസ് എന്നതിലുപരി ഒരു വെജിറ്റബിൾ ഹെൽത്തി ഡ്രിങ്ക് എന്നതിനെ വിളിക്കാം. ഇന്ന് നമുക്കത് എങ്ങനെയാണ് ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കുന്നത് നോക്കാം. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ആദ്യം ഇതിനായിട്ട് 2 പഴുത്ത തക്കാളി എടുക്കാം. എന്നിട്ട് ഇതുപോലെ മുകൾ ഭാഗത്ത് ഒരു പ്ലസ് അടയാളം ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിൻ്റെ തൊലി വളരെ എളുപ്പത്തിൽ നമുക്ക് അടർത്തി മാറ്റാൻ പറ്റും. ഈ രീതിയിൽ ചെയ്യുമ്പോൾ ജ്യൂസിന് നല്ലൊരു സ്മൂത്തി ടെക്സ്ചറും കിട്ടും. ഇനി നന്നായി തിളച്ച വെള്ളത്തിലേക്ക് ഈ തക്കാളി ഇടാം. 1 മിനിറ്റ് മാത്രം മതി. അതിനുശേഷം ഉടൻ തന്നെ പച്ചവെള്ളത്തിൽ മാറ്റണം. തക്കാളി നല്ല രീതിയിൽ തിളച്ച ശേഷം നമുക്കിതൊരു തണുത്ത വെള്ളത്തിലോട്ട് മാറ്റാം. തക്കാളി നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. ഇത് കണ്ടോ, തൊലി പെട്ടെന്ന് തന്നെ നമുക്ക് അടർത്തിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ ആയിട്ടുണ്ട്. ഇനി ഈ തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ആദ്യം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ കല്ലിലിടിക്കണം. കല്ലിലിടിച്ചാലും മതി, അല്ലെങ്കിൽ മിക്സിയിൽ ചേർത്താലും മതി. ഞാൻ കല്ലിലിടിച്ച് ചേർത്തിട്ടാണ് മിക്സിയിൽ ചേർക്കുന്നത്. ഇനി തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി ജാറിലോട്ട് മാറ്റാം. ഇതിൻ്റെ കൂടെ ഞാൻ നേരത്തെ ഇടിച്ചു വെച്ച ഇഞ്ചിയും കൂടെ ചേർത്തിട്ടുണ്ട്. ചൈനീസ് ഡ്രിങ്കുകളിൽ ഇഞ്ചിക്ക് വലിയ സ്ഥാനമുള്ളത് ഇത് നമ്മുടെ ദഹനത്തിന് സഹായിക്കും എന്ന് മാത്രമല്ല ജ്യൂസിന് നല്ലൊരു ഫ്രഷ്നെസ് നൽകുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇഞ്ചിയും കൂടെ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു അരിപ്പ ഉപയോഗിച്ച് അരിച്ചെടുക്കണം. നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. തക്കാളിയുടെ ആ ചെറിയ കുരുക്കളൊക്കെ മാറി നല്ല സ്മൂത്തായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിവിടെ മധുരത്തിന് പഞ്ചസാരയ്ക്ക് പകരം ഞാനിവിടെ ഉപയോഗിക്കുന്നത് 1 സ്പൂൺ തേനാണ്. ഹെൽത്തി ഡ്രിങ്ക് ആയതുകൊണ്ട് പഞ്ചസാര ഒഴിവാക്കുന്നത് എപ്പോഴും നല്ലതാണ് കേട്ടോ. നമുക്കിതിൽ വേണമെങ്കിൽ കൂടെ രുചി ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു ഉപ്പും കൂടി ചേർക്കാം. ഞാൻ ചേർത്തിട്ടില്ല. ഇനി ഇത് സ്പൈസി ആയിട്ട് കിട്ടാൻ വേണ്ടി ഇതിൻ്റെ മുകളിൽ അല്പം കുരുമുളക് പൊടിയും കൂടി തൂവി കൊടുക്കുന്നത് ഇതിൻ്റെ ഔഷധ ഗുണം വർദ്ധിപ്പിക്കും. കണ്ടോ, കാണാൻ എന്ത് നല്ല ഭംഗിയാണല്ലേ. നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കും കേട്ടോ. ഇനി ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, രാത്രി കിടക്കുന്നതിന് മുമ്പ് ഇത് ഒഴിവാക്കുന്നത് നല്ലതാണ്. കാരണം ഇതിൽ നമ്മൾ ഇഞ്ചി ചേർക്കുന്നുണ്ട്. അത് ചിലപ്പോൾ ഉറക്കത്തെ ബാധിച്ചേക്കാം. അതുകൊണ്ട് പകൽ സമയം തന്നെ ഇത് കുടിക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഞാൻ ഈ ഗ്ലാസ്സിലേക്ക് 2 ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. തണുപ്പോടെ കുടിക്കാൻ ഇഷ്ടമുള്ളവർക്ക് കുറച്ച് ഐസ് ക്യൂബ് ചേർക്കാം കേട്ടോ. ശരീരത്തിലെ വിഷാംശങ്ങൾ നീക്കം ചെയ്യാനും ചർമ്മം തിളങ്ങാനും ഈ ജ്യൂസ് മികച്ചതാണ് കേട്ടോ. ഈ ജ്യൂസ് രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നത് ശരീരത്തിലെ വിഷാംശങ്ങൾ പുറന്തള്ളാൻ സഹായിക്കും. ഇത് ചർമ്മത്തിന് പെട്ടെന്ന് തിളക്കം നൽകാനും വളരെ നല്ലതാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അരമണിക്കൂർ മുമ്പ് ഇത് കുടിക്കുന്നത് ദാഹവും വിശപ്പും നിയന്ത്രിക്കാൻ സഹായിക്കും. ദിവസവും രാവിലെ ഈ ജ്യൂസ് കുടിക്കുന്നത് ചർമ്മത്തിലെ ചുളിവുകൾ മാറാനും മുഖത്തിന് നല്ല തിളക്കം കിട്ടാനും സഹായിക്കും. അതുപോലെ തന്നെ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്ക് ഇത് ധൈര്യമായി കുടിക്കാം. വളരെ കുറഞ്ഞ ചിലവിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ചൈനീസ് തക്കാളി ഡ്രിങ്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള ഹെൽത്തി ടിപ്പുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും കാണാം. ബൈ.